കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായത് വൻ കുതിച്ചുചാട്ടമെന്ന് ടൂറിസം വകുപ്പിന്റെ അവകാശവാദവും പൊള്ള. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിൽ 3/4 ആളുകളും കേരളത്തിന് അകത്തുള്ളവർ തന്നെയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തദ്ദേശീയരായ സഞ്ചാരികളായതുകൊണ്ട് പ്രതീക്ഷിച്ച വരുമാനവും കിട്ടിയില്ല എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. കോവിഡിന് ശേഷം കേരളത്തിലേക്ക് ആഭ്യന്തര സഞ്ചാരികളുടെ ഒഴുക്കാണെന്നും ഇത് സർവകാല റെക്കോർഡാണെന്നും മന്ത്രി പറയുന്നു. രാജ്യത്തിന് അകത്ത് നിന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന ആരെയും ആഭ്യന്തര ടൂറിസ്റ്റായി കണക്കാക്കും. 2023 കേരളത്തിൽ ഈ വിഭാഗത്തിൽ 2.18 കോടി പേരെത്തിയെന്നും 2022 അപേക്ഷിച്ച് സഞ്ചാരികളുടെ എണ്ണം 15.92% കൂടുതലാണെന്നും മന്ത്രിയുടെ കണക്ക്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം തയ്യാറാക്കുന്നത് കലണ്ടർ വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതനുസരിച്ച് വന്നുപോയവരിൽ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളത്ര എന്ന ചോദ്യത്തിന് ആകെ വന്നവരിൽ 71.5% എന്ന ഉത്തരമാണ്. അതായത് വെറും 28.5% പേർ മാത്രമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയത്. 2023 ആദ്യപാദത്തിൽ ആഭ്യന്തര സഞ്ചാരികളിൽ 68.85% പേർ കേരളീയർ തന്നെയായിരുന്നു എന്നും ടൂറിസം വകുപ്പ് സമ്മതിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ സഞ്ചാരികളെ ആകർഷിക്കാനോ ടൂറിസം വകുപ്പ് പദ്ധതികൾ ഉണ്ടാക്കിയില്ല എന്നും വിമർശനം ശക്തമാണ്. പറഞ്ഞു പൊലിപ്പിക്കുന്ന കണക്കുകൾക്കപ്പുറം കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലെന്ന് വ്യക്തമാണ്.